ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഷാലോം പ്രേക്ഷകർക്കും സ്വാഗതം. ഈ എപ്പിസോഡിലൂടെ നാം ചിന്തിക്കുന്നത് ആത്മീയതയെ എങ്ങനെ രക്ഷാകരമാക്കാം. ആത്മീയത രക്ഷാകരമാകുന്നതെപ്പോൾ? ആത്മീയതയുടെ അടിസ്ഥാനമാണ് ദൈവാന്വേഷണം എന്ന് പറയുന്നത്. ആത്മീയൻ്റെ സ്ഥായിയായ സ്വഭാവമാണത്, ദൈവത്തെ അന്വേഷിക്കുക. കണ്ടെത്തിയ ദൈവസ്വഭാവത്തെ സ്വാംശീകരിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്ത വചനമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയതയുടെ ഉന്നത തലം നാം ലക്ഷ്യം വയ്ക്കുകയാണ്. കണ്ടെത്തിയ ദൈവസ്വഭാവത്തെ സ്വാംശീകരിക്കുകയും ആ ദൈവമായി ജീവിക്കുവാൻ ശ്രമിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്ത വചനമായി മാറുകയും ചെയ്യുമ്പോൾ ആത്മീയതയുടെ ഉന്നതമായ തലത്തിലേക്ക്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആത്മീയതയുടെ രക്ഷാകര മാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഈശോ അവസാന വിധിയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. ഇങ്ങനെ പോകുന്ന വചനഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. നിങ്ങൾക്ക് വായിക്കാം, അത് 31 മുതൽ 46 വരെ. അതിൽ 40-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് ഈശോ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മളിൽ ആരാണ് ഈശോയെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കാത്തത്? നമ്മളിൽ ആരാണ് ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ആഗ്രഹിക്കാത്തത്? എന്നാൽ ഈശോ വ്യക്തമായി പറയുകയാണ്, ഈശോയെ ശുശ്രൂഷിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സേവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്താൽ മതി. അതിലൂടെ നീ ശുശ്രൂഷിക്കുന്നത് നിൻ്റെ ഈശോയെയാണ്, നീ സേവിക്കുന്നത് നിൻ്റെ ദൈവത്തെയാണ്. ദൈവത്തെയും ഈശോയെയും ശുശ്രൂഷിക്കുവാൻ തിടുക്കം കാട്ടുന്ന, തിരക്ക് കൂട്ടുന്ന, ആഗ്രഹിക്കുന്ന, ഒരവസരത്തിനു വേണ്ടി പാർത്തിരിക്കുന്ന നാം എന്തുകൊണ്ടാണ് പലവുര ഈ വചനം മനസ്സിലാക്കിയിട്ടും ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനും മടി കാട്ടുന്നത്? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഞാൻ പറഞ്ഞു, ആത്മീയത രക്ഷാകരമായി മാറണം. നമ്മുടെ ആത്മീയതയ്ക്ക് അർത്ഥമുണ്ടാകുന്നത് അത് രക്ഷാകരമായ മാനത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ്. അല്ലാത്ത പക്ഷം അത് കേവലം ചില അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ആയി അധപ്പതിച്ചു പോകാം. ആത്യന്തിക ലക്ഷ്യത്തെ സാധൂകരിക്കുന്നില്ല എങ്കിൽ നിന്റെ ആത്മീയത കൊണ്ട് എന്ത്
അർത്ഥം. ഈ 40-ാമത്തെ മത്തായി 25:40 പറഞ്ഞത് പ്രകാരം മറ്റുള്ളവർക്ക് ഈശോ ആയി ജീവിക്കുകയും മറ്റുള്ളവരിൽ ഈശോയെ കാണുകയും ചെയ്യുക എന്നതാണ്. മറ്റുള്ളവർക്ക് ഈശോ ആയി ജീവിക്കുകയും മറ്റുള്ളവരിൽ ഈശോയെ കണ്ടെത്തുകയും ചെയ്യുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ജീവിതയാത്രയാണ്. ഒരുപക്ഷെ ആ ജീവിതയാത്രയിൽ ഒരു 2 അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ 1 അടി പിന്നോട്ട് പോകുന്ന അനുഭവമുണ്ടാകാം. കാരണം ഈ ചെറിയവരിൽ ഒരുവളെ പലപ്പോഴും സ്നേഹിക്കുവാനോ സ്വീകരിക്കുവാനോ ശുശ്രൂഷിക്കുവാനോ സഹായിക്കുവാനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ആ ഒരു പിന്നോട്ട് വലിവ് ഉണ്ടാകാം, അത് സ്വാഭാവികമാണ് താനും. എന്നാൽ ആത്യന്തികമായ ലക്ഷ്യബോധം നമുക്കുണ്ടാവുകയും തീവ്രമായ പ്രാർത്ഥനാ ജീവിതം അതിനോടൊപ്പം ഉണ്ടാവുകയും ചെയ്താൽ ഇത് നമുക്ക് സാധ്യമാണ്. ഇത് നമുക്കും സാധ്യമാണ്. അനേകം വിശുദ്ധർക്ക് ഇത് സാധ്യമായതുപോലെ എനിക്കും നിങ്ങൾക്കും സാധ്യമാണ്. പ്രൊവൈഡഡ് ആത്യന്തികമായ ലക്ഷ്യബോധമുണ്ടാവുകയും തീവ്രമായ പ്രാർത്ഥനാ ജീവിതമുണ്ടാവുകയും ചെയ്താൽ മറ്റുള്ളവർക്ക് ഈശോയായി മാറുവാനും മറ്റുള്ളവരിൽ ഈശോയെ കണ്ടെത്തുവാനും എനിക്ക് കഴിയും. എൻ്റെ സഹോദരിയിൽ ഈശോയെ കാണുമ്പോഴാണ് എനിക്ക് അവനെയോ അവളെയോ ശുശ്രൂഷിക്കുവാനും സേവിക്കുവാനും സഹായിക്കുവാനും മാറോട് ചേർക്കുവാനും കഴിയുന്നത്. കുഷ്ഠരോഗിയിലും തളർവാദ രോഗിയിലും പിശാചുബാധിതനിലും പാപിയിലും ചുങ്കക്കാരനിലും ദൂതപുത്രനിലുമെല്ലാം കരുണയൊഴുക്കുവാൻ ഈശോയ്ക്ക് കഴിഞ്ഞത്, പിതാവായ ദൈവത്തിന് കഴിഞ്ഞത്, അവരുടെ കണ്ണുകളിലെല്ലാം ദൈവം കണ്ടത് ദൈവത്തിൻ്റെ മകനെയാണ്, ദൈവത്തിൻ്റെ മകളെയാണ്. ആ ഈശോയാണ് ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത്, എന്നെ സേവിക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ, എന്നെ ശുശ്രൂഷിക്കുവാൻ, എന്നെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ തിടുക്കം കൂട്ടുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരങ്ങൾക്ക് നീ ശുശ്രൂഷ ചെയ്യുവിൻ, അവരെ നീ ശ്രവിക്കുവിൻ, അവരെ നീ സഹായിക്കുവിൻ, അവരെ നീ മാറോട് ചേർക്കുവിൻ. അതിലൂടെ നീ ശുശ്രൂഷിക്കുന്നത്, നീ സ്നേഹിക്കുന്നത്, നീ ചേർത്ത് നിർത്തുന്നത് നിന്റെ ഈശോയെയാണ്, നിന്റെ ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഭ 14 കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര ആൾക്കറിയാം ഈ 14 കാരുണ്യ പ്രവർത്തികൾ ഏതൊക്കെയാണെന്ന്? ചെയ്യുന്നില്ലെങ്കിലും അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പറയാം. ഈ കാരുണ്യ പ്രവർത്തികളെ സഭ 2ആയി വിഭജിച്ചിരിക്കുകയാണ്. ഒന്ന് ശാരീരികങ്ങളായ പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ 7. ആധ്യാത്മിക കാരുണ്യ പ്രവർത്തികൾ 7. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി ആൻഡ് ഡിവൈൻ വർക്ക്സ് ഓഫ് മേഴ്സി. 7 ശാരീരികങ്ങളായിട്ടുള്ള കാരുണ്യ പ്രവർത്തികളുണ്ട്, 7 ആത്മീയങ്ങളായിട്ടുള്ള കാരുണ്യ പ്രവർത്തികളുണ്ട്. ഇന്ന് നമ്മുടെ ചിന്താവിഷയം കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി അഥവാ ശാരീരിക കാരുണ്യ പ്രവർത്തികൾ 7 വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, 2 ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക, 3 വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക, 5 രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക, 6 അവശരെ സഹായിക്കുക, 7 മരിച്ചവരെ അടക്കുക. ഇതാണ് 7 ശാരീരിക കാരുണ്യ പ്രവർത്തികൾ. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാലും ആത്മീയമായ 7 കാരുണ്യ പ്രവർത്തികൾ ഏതാണെന്ന് നോക്കാം. 1 അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്, 2
സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്, ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ 14 കാരുണ്യ പ്രവർത്തികൾ. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് കേവലം ദേവാലയത്തിലോ ധ്യാനകേന്ദ്രത്തിലോ കൂട്ടായ്മയിലോ പ്രാർത്ഥനാ സമയത്തോ തളച്ചിടുവാനുള്ളതല്ല. ഈ മഹനീയ വേദികളൊക്കെ അനിവാര്യമാണ് താനും. ഇവിടെ നാം കേൾക്കുന്ന വചനം, ഇവിടെ നാം പഠിക്കുന്ന വചനമായി ജീവിക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് എൻ്റെ ആത്മീയത രക്ഷാകരമായി മാറുന്നത്. ഇവിടെ ഞാൻ കണ്ടുമുട്ടുന്ന യേശുവിനെ, പരിശുദ്ധ കുർബാനയിലൂടെ ഞാൻ സ്വീകരിക്കുന്ന യേശുവിൻ്റെ സ്വഭാവം എന്നിൽ നിന്ന് നിർഗളിക്കുമ്പോഴാണ്, യേശുവിൻ്റെ സ്വഭാവം എന്നിൽ രൂപപ്പെടുമ്പോഴാണ്, യേശുവായി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ് എൻ്റെ ആത്മീയത രക്ഷാകരമായി മാറുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന വിശുദ്ധയാണ് കൽക്കത്തയിലെ വിശുദ്ധ തെരേസ, മദർ തെരേസ. മദർ തെരേസ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ്: തെരുവോരങ്ങളിലും വഴിയോരങ്ങളിലും പുഴുവരിച്ച ശരീരങ്ങളിൽ, കുഷ്ഠരോഗികളിൽ, മാനസിക രോഗികളിൽ, തീരാവ്യാധികളിൽ കഴിഞ്ഞ അവരുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ മദർ തെരേസയ്ക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെയുള്ള വൈകൃത രൂപങ്ങളെ സ്നേഹിക്കുവാനും വാരിപ്പുണരുവാനും ചുംബിക്കുവാനും ആ വിശുദ്ധയ്ക്ക്, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആ വിശുദ്ധയ്ക്ക് കഴിഞ്ഞത്. മദർ തെരേസയ്ക്ക്, കൽക്കട്ടയിലെ വിശുദ്ധ തെരേസയ്ക്ക് അത് സാധ്യമാണെങ്കിൽ, ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ആ വിശുദ്ധയ്ക്ക് അത് സാധ്യമാണെങ്കിൽ, എനിക്കും നിങ്ങൾക്കും അത് സാധ്യമാണ്. ചോദ്യം ഇതാണ്: എൻ്റെ ആത്മീയതയുടെ അന്തസത്ത എന്താണ്? എൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ കാതൽ എന്താണ്? ഞാൻ ദേവാലയത്തിൽ പോകുന്നതും, ഞാൻ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നതും, ഞാൻ കൂട്ടായ്മയിൽ പോകുന്നതും, ഞാൻ പ്രാർത്ഥനയിലായിരിക്കുന്നതും, മറ്റ് ആഘോഷങ്ങളിലും ആചാരങ്ങളിലും നൊവേനകളിലും ഒക്കെ പങ്കെടുക്കുന്നതും എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. 1 കൊരിന്തോസ് 15:19 ആ ഒരു ചോദ്യമാണ് പൗലോസ് ചോദിക്കുന്നത്. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. എൻ്റെ ഭക്തിപ്രകടനങ്ങളെല്ലാം, എൻ്റെ ദേവാലയ സന്ദർശനവും, എൻ്റെ ദൈവാന്വേഷണവും, എൻ്റെ വചനശ്രവണവും, എൻ്റെ കൂട്ടായ്മയും നൊവേനയും ഭക്തി അഭ്യാസങ്ങളും എല്ലാം ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രമാണെങ്കിൽ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാണ് നാം എന്ന് ദൈവം പറഞ്ഞു വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്തുകൊണ്ടാണ് ധ്യാനകേന്ദ്രങ്ങൾ നിറഞ്ഞു കവിയുമ്പോഴും, നൊവേനകൾ നിറഞ്ഞു കവിയുമ്പോഴും കൂദാശകൾക്ക് ആളുകളില്ലാതെ വരുന്നത്? ധ്യാനകേന്ദ്രങ്ങളോ നൊവേനകളോ ഭക്തി അഭ്യാസങ്ങളോ ദേവാലയ സന്ദർശനങ്ങളോ ദൈവാന്വേഷണമോ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതെല്ലാം വിശ്വാസ ജീവിതത്തിന് അനിവാര്യമാണ്. നമ്മളെ വിശ്വാസത്തിലേക്ക് വളർത്തുവാൻ അത് അനിവാര്യമാണ്. എന്നാൽ അങ്ങനെ കണ്ടുമുട്ടുന്ന, അങ്ങനെ കണ്ടെത്തുന്ന ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ, അങ്ങനെ കേൾക്കുന്ന, അങ്ങനെ പഠിക്കുന്ന ജീവനുള്ള വചനം ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ, ഈശോ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ, ഈശോയുടെ സ്വഭാവം പ്രകടിപ്പിക്കുവാൻ
എനിക്ക് കഴിയുന്നില്ല എങ്കിൽ എൻ്റെ ആത്മീയത രക്ഷാകരമാകുന്നില്ല എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതാണ്. വേദനിക്കുന്നവനിലും രോഗിയിലും പാപിയിലും എന്നെ ഉപദ്രവിച്ചവരിലും എൻ്റെ മാനനഷ്ടത്തിന് കാരണമായവരിലും ഈശോയെ കാണാൻ കഴിയുമ്പോഴാണ് ഞാൻ ആത്മീയതയുടെ ഉന്നത പദവിയിൽ എത്തിയവളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. ആ ആത്മീയതയാണ് രക്ഷാകരമായി മാറുന്നത്. അപ്പോഴാണ് ആത്മീയത എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഫലദായകവും ഫലവത്തവുമായി മാറുക. എൻ്റെ പ്രാർത്ഥനകൾ മുഴുവൻ, എൻ്റെ നൊവേനയും എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയും എൻ്റെ ബലികളും എൻ്റെ ധ്യാനങ്ങളും അങ്ങനെയുള്ള എൻ്റെ ആത്മീയ ജീവിതം മുഴുവൻ ഭവനം പണിയുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ഇൻക്രിമെൻ്റ് ലഭിക്കുന്നതിന് വേണ്ടിയും മക്കളുണ്ടാകുന്നതിന് വേണ്ടിയും മക്കളുടെ അഡ്മിഷന് വേണ്ടിയും മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയും അങ്ങനെയുള്ള ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് എങ്കിൽ എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുക നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗമാണെന്ന്, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനാണെന്ന്? ഒരുപക്ഷെ എൻ്റെ ജഡത്തിൻ്റെ, എൻ്റെ ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് തിരക്ക് കൂട്ടുന്നത്? എൻ്റെ ഏതെങ്കിലും ഒരു മധ്യസ്ഥ പ്രാർത്ഥന ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴുള്ള എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയും എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണവും എൻ്റെ കുടുംബത്തിൻ്റെ നിത്യജീവനും എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമായി മാറുന്നുണ്ടോ? അതോ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ, എൻ്റെ ധ്യാനവും എൻ്റെ ആഘോഷവും എൻ്റെ നൊവേനയും എൻ്റെ ബലി പോലും കേവലം എൻ്റെ ജഡത്തിനു വേണ്ടി, ഈ ലോക ജീവിതത്തിന് വേണ്ടി, ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രമാണോ? എങ്കിൽ പൗലോസ് ശ്ലീഹായുടെ ഭാഷ്യത്തിൽ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാണ് നാം. ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാകും നാം. അങ്ങനെ ആയിക്കൂടാ. ദുരന്തങ്ങളുടെ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയതാണ് കേരള ജനത. മഹാപ്രളയത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. ഞാനൊന്ന് ചോദിക്കട്ടെ, ദുരന്ത മുഖത്ത് നിൽക്കുന്ന നമ്മെ ഉത്കണ്ഠപ്പെടുത്തേണ്ടത്, നമ്മളെ ഭയപ്പെടുത്തേണ്ടത്, നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്, ഞങ്ങളെ വേദനിപ്പിക്കേണ്ടത് ഏത് ചിന്തയാണ്? ഞാൻ സമ്പാദിച്ചു വെച്ചതെല്ലാം നഷ്ടമായല്ലോ എന്ന ചിന്തയാണോ? എൻ്റെ ജീവിതം തീരാറായല്ലോ, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ സ്വത്തിനെക്കുറിച്ച്, എൻ്റെ ജോലിയെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടമാകുന്ന ഭവനത്തെക്കുറിച്ച് ഈ ഒരു ചിന്തയാണോ എന്നെ ആകുലപ്പെടുത്തുന്നത്? അതല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരെ ദുരന്തമുഖത്താണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്താണ്? ഉത്കണ്ഠപ്പെടുത്തുന്നത് എന്താണ്? ഒരു വിശ്വാസിയെ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ദുരന്തമുഖങ്ങളിൽ നിൽക്കുമ്പോൾ ഉത്കണ്ഠപ്പെടുത്തേണ്ടത് അവനോ അവളോ ഞാനോ പ്രസാദപരാവസ്ഥയിലാണോ എന്ന ചിന്തയാണ്. മരണം വന്നെത്തിക്കഴിഞ്ഞു, നിനക്കോ നിന്റെ ശാസ്ത്രത്തിനോ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി നിൽക്കുമ്പോൾ നിന്നെ ആകുലപ്പെടുത്തേണ്ടത് തകർന്നൊലിഞ്ഞു പോകാനിരിക്കുന്ന നിന്റെ ഭവനമല്ല, നിന്റെ വാഹനമല്ല, നിന്റെ ജോലിയല്ല, മറിച്ച് നീ ഇന്ന് നിന്റെ ജീവൻ എടുക്കപ്പെട്ടാൽ നീ സ്വർഗത്തിന് യോഗ്യനാണോ? നീ സ്വർഗത്തിന് യോഗ്യനാണോ? നീ പ്രസാദപരാവസ്ഥയിലാണോ എന്ന ചിന്തയാണ് എന്നെയും നിങ്ങളെയും ആകുലപ്പെടുത്തേണ്ടത്, ഉത്കണ്ഠപ്പെടുത്തേണ്ടത്. അടയാളങ്ങൾ കടന്നു പോകും. നമ്മുടെ കൺമുമ്പിൽ അനേകം അടയാളങ്ങൾ. നമുക്കറിയാം, യൂദാസിന് ഒന്നിനു പിറകെ ഒന്നായി 4-5 അവസരങ്ങൾ കർത്താവ് നൽകി, അടയാളങ്ങൾ നൽകി. ഇതൊന്നും മനസ്സിലാക്കാതെ ഇതെല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ നാശം അവനെ പിടിമുറുക്കിയതുപോലെ
പ്രകൃതി ദുരന്തങ്ങളിലൂടെ, രോഗാവസ്ഥകളിലൂടെ, പരാജയങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ ഒരുപാട് അടയാളങ്ങൾ ദൈവം നമുക്കും നൽകുന്നുണ്ട്. ഒന്ന്, നിന്റെ ഓട്ടം മതിയാക്കി ഒന്ന് നിൽക്കുവാൻ, ഒന്ന് ദൈവത്തിലേക്ക് നോക്കുവാൻ, നിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നൊന്ന് തിരിച്ചറിയുവാൻ, നിന്റെ ആത്മീയത ഏത് തലത്തിൽ നിൽക്കുന്നു എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുവാൻ ദൈവം തരുന്ന വലിയ അവസരങ്ങളാണ് ഈ അടയാളങ്ങൾ എന്ന് നാം മറന്നുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്ന മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥ, വീട് ഒലിച്ചു പോകുന്ന അവസ്ഥ, ഒറ്റ രാത്രി കൊണ്ട് സമ്പാദിച്ചതെല്ലാം നഷ്ടമാകുന്ന അവസ്ഥ, ഇതൊന്നും നഷ്ടമല്ല. നിനക്ക് നഷ്ടപ്പെടാനിരിക്കുന്ന നിത്യജീവനുമായി തുലനം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീട് ഒലിച്ചു പോയാലും, നിന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും, ഉള്ളതെല്ലാം പോയാലും, നീ പ്രസാദപരാവസ്ഥയിലാണെങ്കിൽ നീ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, നീ ഏറ്റവും വലിയ നേട്ടമുള്ളവനാണ്, നീ ഏറ്റവും ലാഭം കൊയ്തവനാണ്. ആർക്കാണോ നഷ്ടം സംഭവിക്കുന്നത് അത് പ്രസാദപരാവസ്ഥയിൽ അല്ലാതെ മരണത്തെ പുൽകുന്നവനാണ്. ഇതാ, കഴിഞ്ഞ ദുരന്തങ്ങളിലൊക്കെ എൻ്റെ ജീവിതം ബാക്കിയായെങ്കിൽ ദൈവം എനിക്ക് തന്ന വലിയൊരവസരമാണ് ഒന്ന് തിരിച്ചു ചിന്തിക്കുവാൻ. എൻ്റെ ആത്മീയത ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? എൻ്റെ ആത്മീയത, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ കൂദാശ ജീവിതം രക്ഷാകരമാണോ? രക്ഷാകരമാകുന്നുണ്ടോ? ആത്മീയതയുടെ ഉയർന്ന തലത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടോ? ഈ ചെറിയവരിൽ ഒരുവനിൽ ഈശോയെ കാണുവാനും ഈശോയെ ശുശ്രൂഷിക്കും പോലെ ശുശ്രൂഷിക്കുവാനും മടിവരാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വളരുമ്പോഴാണ് ആത്മീയതയുടെ ഉന്നത തലങ്ങളിൽ വ്യാപരിക്കുന്നവനായി ഞാനും നീയും മാറുകയും പ്രസാദപരാവസ്ഥയിലേക്ക് ദൈവം നമ്മെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഈ പ്രസാദപരാവസ്ഥ എന്ന് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. 2 കൊരിന്തോസ് 13:13. ഈ ഒരവസ്ഥയിലേക്ക് വളരുക എന്നതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും സ്വപ്നം. അപ്പോഴാണ് ആത്യന്തികമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ലക്ഷ്യബോധത്തോടു കൂടി മുൻപോട്ട് ചരിക്കുമ്പോഴാണ് ഈ യേശു സ്വഭാവം പ്രകടിപ്പിക്കുവാനും യേശുവായി സഹോദരങ്ങൾക്ക് മുൻപിൽ ജീവിക്കുവാനും സഹോദരങ്ങളിൽ യേശുവിനെ കാണുവാനും എനിക്ക് കഴിയുക. അപ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗത്തിന് യോഗ്യനായി അവൻ്റെ വരവിനു വേണ്ടി, എൻ്റെ ദിനത്തിനു വേണ്ടി കാത്തിരിക്കാൻ കഴിയുക. അവനാണ് ഭാഗ്യവാൻ, അവളാണ് ഭാഗ്യവതി. മറ്റൊന്നും നഷ്ടമല്ല. നിത്യജീവൻ നഷ്ടപ്പെടുക എന്നതിൽ ഉപരിയായി മറ്റ് ഒരു നഷ്ടവുമില്ല. ഏറ്റവും നേട്ടമെന്ന് പറയുന്നത് ഈ പ്രസാദപരാവസ്ഥയിലായിരുന്നു കൊണ്ട് സ്വർഗം കരഗതമാക്കുക എന്നതാണ്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള എൻ്റെ പ്രയാണത്തിൽ എൻ്റെ എല്ലാ ഭക്തി അഭ്യാസങ്ങളും, എൻ്റെ പ്രാർത്ഥനാ ജീവിതവും, എൻ്റെ ആത്മീയ ജീവിതവും രക്ഷാകരമാകണമെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ ഈ ചെറിയവരിൽ ഈശോയെ കാണുവാനും അവരെ ശുശ്രൂഷിക്കുവാനും എനിക്ക് കഴിയണം. സഭ മുന്നോട്ട് വയ്ക്കുന്ന 14 കാരുണ്യ പ്രവർത്തികൾ എന്നിലൂടെ ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം അതിനായി ഒഴുക്കണമേ എന്ന് ഈശോയോട് ചോദിക്കാം. എൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈ 14 കാരുണ്യ പ്രവർത്തികളും ചെയ്യുവാനുള്ള കൃപ എന്നിലേക്ക് ഒഴിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ സഹോദരങ്ങൾക്ക് മുൻപിൽ ഈശോ ആയി ജീവിക്കുവാനും
സഹോദരങ്ങളിൽ ഈശോയെ കാണുവാനും നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി